മിനിമം 3 രൂപയാക്കിയോ? അല്ല സാറി നാട്ടിലെങ്കിലും അല്ലേ? ഭയങ്കര സ്പീഡാണല്ലോ. സാറെന്തിനാ പേടിക്കുന്നത്? ഞാനല്ലേ ഓടിക്കുന്നത്. അതല്ല പറഞ്ഞത്, ഈ മീറ്ററിന്റെ സ്പീഡിന്റെ കാര്യമാണ്. ഞാൻ ഈ ടൗണിൽ ആദ്യമായിട്ട് വരുന്നതൊന്നും അല്ല കേട്ടോ. തെറ്റായ വഴിയിലൂടെ ഓടിച്ച് എന്റെ കയ്യിൽ നിന്ന് കാശ് കൂടുതൽ മേടിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഒന്ന് ചുമ്മാതിരി സാറേ. എനിക്ക് സാറിനെ വിട്ടിട്ട് 10 മണിക്ക് സ്കൂളിലെത്തേണ്ട പിള്ളേരെ എടുക്കാനുള്ളതാ. ഈയിടെ ഈ പെണ്ണുങ്ങൾ ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങിയെന്നൊക്കെ പത്രത്തിൽ വായിച്ചല്ലോ. എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. നിങ്ങളെപ്പോലുള്ളവരെ പേടിച്ച് അവർ ആ പണി നിർത്തി സാറേ. തെരുവുനാടകം. വണ്ടി നിർത്ത് നിർത്ത്. നിനക്ക് ചാരായം കുടിക്കാൻ എന്റെ പൊന്നു സാറേ, സാറിനില്ല അമ്മയും പെങ്ങന്മാരെ, എന്നെ ഒന്ന് രക്ഷിക്കും സാറേ. അയ്യോ, എവിടുന്ന വന്നൊരു അലവലാതി എന്റെ ഭർത്താവിനെ തല്ലി കൊല്ലുന്ന നാട്ടുകാരെ ഓടിവായോ. നോക്കിക്കാൻ അവനോട്ട് രണ്ട് കൊടുക്കും മനുഷ്യ. എനിക്ക് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയമായി. ഇപ്പൊ തന്നെ മണി 10 കഴിഞ്ഞ്. ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊക്കെ പെണ്ണുങ്ങൾ കാരണം ശരിയാണ്. ഒന്ന് മാറിക്കണേ. ഓടിക്കേറി എങ്ങോട്ടായി പോകുന്നത്? സെക്യൂരിറ്റിയുടെ പണി ചെയ്താൽ മതി. ഞാൻ ആ ജോലി തന്നെയാ ചെയ്യുന്നത്. ഇങ്ങോട്ട് മാറിക്കേ. ദുഃഖിക്കേണ്ടി വരും. ആ ഞാൻ എന്താ പ്രശ്നം? വെറുതെ കാലത്തെ വന്ന മനുഷ്യന് മേലെ മെക്കിട്ട് കയറിയാണ്. നമ്മൾ ആരാ? ഐ സുധീർ. മിസ്റ്റർ സുധീരൻ എന്ത് വേണം? എനിക്ക് MD ഒന്ന് കാണണം. MD കാണാമെന്ന സെക്യൂരിറ്റിയുടെ പിയുടെ അടുത്ത് മെക്കിട്ട് കയറലാണോ? അല്ലല്ലേ. അവിടെ ചെല്ലൂ. അവിടെ മെക്കിട്ട് അല്ലേ? അവിടെ മെക്കിട്ട് കയറാനല്ല, അവിടെ തന്നെ എൻക്വയറി ചെയ്യൂ. ശരി, ഓക്കെ. അങ്ങോട്ട് ചെല്ലടൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എനിക്ക് MD ഒന്ന് കാണണം. ഐ എം സുധീർ ഫ്രം പട്ടാമ്പി. സർ, വൺ മിസ്റ്റർ സുധീരൻ വന്നിട്ടുണ്ട്. അയ്യോ, സുധീരനല്ല, സുധീർ. സുധീരൻ എന്ന് പറയുമ്പോ MLA ആണോ മന്ത്രിയാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. സർ, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. താങ്ക് യു മാഡം. ഈ വേറെ ഞാൻ ഒരിക്കലും മറക്കില്ല, സത്യമായിട്ട് മറക്കില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ബൈ ദ ബൈ, യുവർ ഗുഡ് നെയിം പ്ലീസ്. പേര് നാളൊക്കെ എന്തിനാ അറിയുന്നത്? അല്ല, ഇവിടെ പുതുതായി ജോയിൻ ചെയ്യുന്ന സ്ഥിതിക്ക് പേരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. വേണ്ട, പിന്നീട് പറയേണ്ടി വരും. ഓക്കെ. ഇവനൊരു മെക്കിട്ട് കയറലിന്റെ ആളാണെന്ന് തോന്നുന്നല്ലോ. ആയിക്കോട്ടെ, നമ്മൾ കസ്റ്റമേഴ്സിനോട് മയത്തിൽ പെരുമാറിയ ഒരു കുഴപ്പമില്ല. അയ്യോ, എന്റെ ബാഗ് ഒന്ന് സൂക്ഷിച്ചോണേ. അത് ശരിയാ, ഇതുപോലെ മയത്തിൽ പെരുമാറിയ ഒരു കുഴപ്പവും ഇല്ല. പപ്പേട്ട, അയാൾക്ക് ചെറുതായിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറയാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് ജോലിയൊന്നും കിട്ടാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോ ആർക്കാ വട്ടി പിടിക്കാത്ത? ഓ, ഇനി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാ അയാളുടെ ലാത്തിയടി സഹിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ പേടിയാവുന്നു. അതിന് പേടിക്കണ്ട, അതിന് ഞാൻ ഇവിടെ ഇല്ലേ. ഗുഡ് മോർണിംഗ്. ഇന്നലെ എത്തിയതേ ഉള്ളൂ. അതെ, നാളെ ബോംബെക്ക് തിരിക്കും. നോ മോർ എക്സ്ക്യൂസസ്. 12th മുമ്പായി എനിക്ക് കിട്ടണം. അഡ്വാൻസ് DD 1 മാസം മുമ്പ് തന്നതല്ലേ? ഇത്തരത്തിലാണെങ്കിൽ ഫർദർ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ടി വരും. വേണ്ട, ഇനി വിളിക്കണമെന്നില്ല. വിത്തിൻ 15 days we have to get the consignment. Okay? ഗുഡ് മോർണിംഗ് സർ. Yes, morning. ഐ എം സുധീർ. പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ. What's the time now? 11:30. 11:30. കറക്റ്റ്. നിങ്ങളെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ടൈം കീപ്പറായിട്ടാണ്. ടൈം കീപ്പറുടെ ജോലി എന്താണെന്ന് അറിയാമോ? ടൈം കീപ്പ് ചെയ്യുക. ഇത്രയും ഇറസ്പോൺസിബിളും അൺപഞ്ചലുമായ ഒരാളെ ഇവിടെ ജോലിക്ക് ആവശ്യമില്ല. അയ്യോ, അങ്ങനെ പറയരുത് സർ. കൃത്യം 10 മണിക്ക് തന്നെ ജോയിൻ ചെയ്യണമെന്ന് സാറ് പറഞ്ഞതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവനും ഉണ്ടായത്. ഓഹോ, അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആണല്ലോ? അതെ സർ. അല്ല സർ, ഞാനൊരു സ്ത്രീ വിഷയത്തിൽ പെട്ടുപോയതാണ് സർ.
വാട്ട്? ഒരു പാവപ്പെട്ട സ്ത്രീയെ സ്വന്തം ഭർത്താവിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അവർ കാലുമാറിയത് കാരണം സമയനഷ്ടവും മാനനഷ്ടവും സംഭവിച്ച എനിക്ക് ഒരു ജോലി നഷ്ടം കൂടി വരുത്തരുത് സർ. എനിക്ക് തന്റെ വാചകമൊന്നും കേൾക്കണ്ട. ജോയിൻ ചെയ്യാൻ വന്ന ദിവസം തന്നെ ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ നോ 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 നോ, നിങ്ങളെപ്പോലെ ഒരാളെ ഇവിടെ ആവശ്യമില്ല. യു ക്യാൻ ഗോ. സർ പ്ലീസ്. പോണം മിസ്റ്റർ. സർ പറഞ്ഞത് കേട്ടില്ലേ? മഹേന്ദ്രൻ കമ്പനിക്കുള്ള ഫാക്സ് മെസ്സേജ് അയച്ചോ? ഇന്നലെ തന്നെ അയച്ചു സാർ. എനിക്ക് നാളത്തേക്ക് ബോംബെക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ട് സാർ. സാറിന്റെ മനസ്സ് മാറിയോ സർ? Get out, I say. എന്താണോ പോവാണോ? അല്ല, പേരൊന്നും അറിയണ്ടേ? പുതുതായി ജോയിൻ ചെയ്യാൻ വരുമ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ലല്ലോ. പാവം, കണ്ടിട്ട് നല്ല ഫിഗർ ഇല്ലേ? നടോ, ഇതാ ബാഗ്. E55979. ഹംസയാണോ? അതെ, ഹംസയാണ്. ആരാ? ആ, ഞാനടാ സുധീർ. ആര്? സുദേവനോ? അല്ലടാ സുധീർ. ആഹാ, സുഗ്രീവൻ. ഏത് സുഗ്രീവൻ? നിന്റെ എടാ സുഗ്രീവനല്ല, സുധീർ. സുധീർ. ഏ, നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ നിന്റെ ചെവിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ? ഏയ്, ചെവിക്കൊരു തകരാറുമില്ല. അല്ല, തകരാറ് പറ്റി. എനിക്കൊന്നും കേട്ടൂടാ. എടാ ഹംസേ. ഓ, ഹംസ ഇല്ല. ഞാനിന്ന് ലീവിലാ. നാളെ വിളിച്ചു നോക്ക്. ചിലപ്പം നാളെ ലീവിലായിരിക്കും. ഓ, രക്ഷപ്പെട്ടു. ആരാ സാറേ ഫോണില്? CM. അതാരാ സാറേ? മന്ത്രിയോ വല്ലോ ആണോ? അല്ല, ചീഫ് മിനിസ്റ്റർ. അതെയോ? സാർ അങ്ങേരുമായിട്ട് അത്ര അടുപ്പത്തിലാണോ? പിന്നെ ഞങ്ങള് തമ്മില്. അങ്ങേര് കാല് ശരിയാകാൻ വേണ്ടി സ്വിമ്മിംഗ് പൂൾ കെട്ടി നീന്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? നീന്തല് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ കൂടെ നീന്താൻ ഒരാളെ വേണോന്ന്. എന്താ പോകുന്നു? ഇടോ, തന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമില്ലാത്ത ഫോൺ കോളൊന്നും എനിക്ക് തരരുതെന്ന്. ആവശ്യമുള്ളതാണെന്ന് അയാൾ പറഞ്ഞതുകൊണ്ടാ സാർ എന്തിനാ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത്. ഇത്തിരി ചിക്കൻ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാ. എടോ, വിളിച്ചതൊരു ക്രിമിനലാണ്. ഓ, കൊലപ്പുള്ളിയാണെന്ന്. ആ, ഈ ജയിലിയാരിയൊക്കെ വരുമ്പോഴുള്ള കാര്യം. എന്തോ നീ വരുന്ന വഴിയാണോ? ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് മനസമാധാനമായിട്ട് എങ്ങനെ കഴിയുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഞാനും അങ്ങനെയാടാ. അത് കാരണം ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് ഓടി വരുമായിരുന്നു. അതെ അതെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അതെയാ? എടാ, ഞാനൊരു ജോലിക്ക് വേണ്ടി വന്നതാ. എന്നിട്ട് ജോലി കിട്ടി. ഓ ഇല്ല. അതൊരു പുതിയ സംഭവമല്ലല്ലോ. എടാ, നിന്നോടൊക്കെ എത്ര നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ഇനി അടിക്കടി നിന്നെ വന്ന് ശല്യം ചെയ്യുന്നത് നിർത്താൻ പോവാ. ഓ, അത് നന്നായി. ജോലി കിട്ടിയിട്ട് ഞാൻ ഇനി നിന്റെ അടുത്ത് പോകുന്നുള്ളൂ. എടാ, നിന്റെ ഈ സ്വഭാവത്തിന് ഈ ജന്മത്തിൽ ജോലി കിട്ടുമെന്ന് നീ നോക്കണ്ട. നിന്റെ കരുനാക്കെടുത്തൊന്നും പറയാതെ. കരുനാക്കില്ലാത്തോണ്ടല്ലേ പറയുന്നത്. എടാ, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് നിന്നിട്ടുണ്ട്. 8-ാം തീയതി 9 മണിക്ക് എല്ലാം പറഞ്ഞ 9-ാം തീയതി 8 മണിക്കല്ലോ. ഇത് നിന്റെ എത്രാമത്തെ ഇന്റർവ്യൂ? കഴിഞ്ഞത് 56. അപ്പൊ ഇത് 57 അല്ലേ? അതുവരെ എവിടെയില്ല. ഇല്ല, 57. ഓഹോ, ഗോൾഡൻ ജൂബിലിയും കഴിഞ്ഞു. പക്ഷേ 57 എന്നെ സെലക്ട് ചെയ്തല്ലോ. എന്നിട്ട് എവിടെ? എടാ, ഇനിയെങ്കിലും സമയത്തിന്റെ വിലയൊന്ന് മനസ്സിലായി. നിർത്തടാ. ഞാൻ ജോലി കിട്ടാത്ത മനപ്രയാസത്തില. നീയും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഞാൻ എന്റെ പാട്ടിന് പോകും. എടാ, നീ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനിയെങ്കിലും നിന്റെ ഈ ഉഴപ്പ് സ്വഭാവമൊക്കെ മാറ്റി സ്വല്പം കൂടെ സീരിയസ് ആകും. ജോലി കിട്ടാതെ ഞാനിനി നാട്ടിലേക്കില്ല. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടും ജോലി കിട്ടിയില്ല എന്ന് അച്ഛൻ അറിഞ്ഞാ നീ ഒന്ന് സമാധാനപ്പെട്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് ഉടനെ വേറൊരാളെ നിയമിക്കാൻ സാധ്യതയില്ല. ഏതായാലും നീ ആ വാതിൽ ഒന്നുകൂടി മുട്ടി നോക്കും. ചിലപ്പോ അയാളുടെ മനസ്സലിഞ്ഞാലും.